ഫുഡ്, പാക്കേജ് ഫുഡ്, ഫ്രൈഡ് ഫുഡ് ഇതെല്ലാം ആക്ച്വലി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഡയറ്റിൽ എത്താറുണ്ട്. ഈ ഒരു പ്രോസസ്ഡ് ഫുഡ്സിൽ ഒരുപാട് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ട്രാൻസ് ഫാറ്റ് നിങ്ങളുടെ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഹൈ ആക്കും. കൂടെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കും. ഹോർമോൺസ് ഡിസ്റ്റർബ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാകും. അതുമാത്രമല്ല, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ എഗ് ക്വാളിറ്റി, സ്പേം ക്വാളിറ്റി ഒക്കെ ഡിക്രീസ് ആകും. അപ്പോൾ നിങ്ങൾ പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ് ഒക്കെ ഒരുപാട് അളവിൽ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് ഫുഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ് ഷുഗർ ഫുഡ്സ്. ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ്സ്, അതായത് ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പ്രോട്ടീനേറ്റഡ് ഡ്രിങ്ക്സ് അതുപോലത്തെ ഒക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരുപാട് ഷുഗറി ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ആകും. അതുമൂലം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും. എഗ് ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് ഹൈ ഷുഗർ ഫുഡ്സ് എടുക്കുന്നതിന് പകരം ഷുഗർ കണ്ടന്റ് കുറവുള്ള നാച്ചുറൽ ആയിട്ട് ഷുഗർ ഉള്ള ഫുഡ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ബോഡിയിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കില്ല. റിഫൈൻഡ് ഷുഗറിന് പകരം ഒരുപാട് പേര് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ആസ്പെർട്ടേം, സാക്രൈൻ ഒക്കെയാണുള്ളത്. റിസർച്ചസിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ എഫക്റ്റ് ചെയ്യും എന്നാണ്. അത് മാത്രമല്ല, പ്രഗ്നന്റ് ആയവർക്കും ഇതൊക്കെ ഫീറ്റൽ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ആൽക്കഹോൾ. ആൽക്കഹോൾ കൺസപ്ഷൻ അത് മെയിൽസ് ആയാൽ പോലും എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഞ്ചക്ഷൻസിന്റെയും മെഡിസിൻസിന്റെയും എഫക്ട് അത് കുറയ്ക്കും. നിങ്ങൾ പ്രഗ്നന്റ് ആയാൽ പോലും ആൽക്കഹോൾ കൺസപ്ഷൻ നിങ്ങളുടെ ഗ്രോയിങ് ഫീറ്റസിന് ഡിഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ സിൻഡ്രോം ആണ് ബേബി ആൽക്കഹോൾ സിൻഡ്രോം. അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്കും പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോഴും പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ ആൽക്കഹോൾ കൺസപ്ഷൻ എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ആണ് കഫെയിൻ. കോഫി, ടീ, എനർജി ഡ്രിങ്ക്സിൽ എല്ലാം കഫെയിൻ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. റിസർച്ചസിൽ കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഹൈ കഫെയിൻ ഇൻടേക്ക് ഹോർമോണൽ ലെവൽസിനെ ഡിസ്റ്റർബ് ചെയ്യുമെന്നാണ്. അതുമൂലം എഗ് ക്വാളിറ്റിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷേ ഒരു ദിവസം 1 തൊട്ട് 1.5 കപ്പ് വരെ കോഫിയോ ടീയോ ഒക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അത് പ്രോബ്ലം ഉണ്ടാക്കില്ല. എനർജി ഡ്രിങ്ക്സ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. നെക്സ്റ്റ് ആണ് സോയ പ്രൊഡക്ട്സ്. സോയ പ്രൊഡക്ട്സ് എല്ലാം സോയാബീൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോയാബീൻസിൽ പ്രോട്ടീൻസിന്റെ ഹൈ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് നല്ലതാണ്. പക്ഷേ സോയ പ്രോട്ടീൻസിൽ ഈസ്ട്രജൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സോയാബീൻ പ്രൊഡക്ട്സ് ഹൈ എമൗണ്ടിൽ എടുത്താൽ അത് നിങ്ങളുടെ നോർമൽ ഹോർമോണൽ ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോയ പ്രൊഡക്ട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താം, പക്ഷേ മിതമായ എമൗണ്ടിൽ മാത്രം. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഫിഷ് എടുക്കാം. പക്ഷേ ഹൈ മെർക്കുറി കണ്ടന്റ് ഉള്ള ഫിഷ്, അതായത് സ്പോട്ട് ഫിഷ്, ഷാർക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഹൈ മെർക്കുറി കണ്ടന്റ് ഉള്ള ഫിഷ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ബോഡിയിലെ മെർക്കുറി കണ്ടന്റും ഹൈ ആകും. അത് നിങ്ങൾക്ക് ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളുടെ എഗ് ഡെവലപ്മെന്റ്, സ്പേം ഡെവലപ്മെന്റ്, നിങ്ങളുടെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഇതിലെല്ലാം ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാർഡൈൻ, സാൽമൺ പോലത്തെ ലോ മെർക്കുറി കണ്ടന്റ് ഉള്ള ഫിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ടാണ് മീറ്റ്. മീറ്റ് നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം, പക്ഷേ അൺകുക്ക്ഡ് മീറ്റ് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം അതിൽ ബാക്ടീരിയൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. അത് നിങ്ങളുടെ ട്രീറ്റ്മെന്റിനും പ്രഗ്നന്റ് ആകുന്നതിനും ഒക്കെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത മീറ്റ് മാത്രം നിങ്ങൾ ഡയറ്റിൽ ആഡ് ഓൺ ചെയ്യുക. നെക്സ്റ്റ് ആണ് സ്പൈസി ഫുഡ്. ഇന്ത്യൻ ഫുഡ്സിൽ സ്പൈസസ് നമ്മൾ എല്ലാവരും ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സ്പൈസസ് ഒരുപാട് കുറവ് എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക. അതാണ് സേഫ്. സ്പൈസസ് എക്സസീവ് എമൗണ്ടിൽ ഡയറ്റിൽ ആഡ് ഓൺ ചെയ്താൽ അത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഹാം ചെയ്യും. എസെൻഷ്യൽ മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ആകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൈസസ് ഒക്കെ വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ ഫുഡിൽ യൂസ് ചെയ്യാൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് IVF ട്രീറ്റ്മെന്റിന്റെ ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും നിങ്ങളുടെ IVF സക്സസ് ആകാനായിട്ട് ഏതൊക്കെ ഫുഡാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ഫുഡൊക്കെ പ്രഗ്നന്റ് ആകാൻ ട്രൈ ചെയ്യുന്നവർക്കും എളുപ്പം പ്രഗ്നന്റ് ആകാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി വരുന്നത് വെജിറ്റബിൾസ് ആണ്. അതിൽ ഗ്രീൻ വെജിറ്റബിൾസ് എന്തായാലും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. ഇലക്കറികളിൽ ഫോളേറ്റ് ഉണ്ടാകും. അത് നിങ്ങളുടെ സെൽസിന്റെ DNA സിന്തസിസിലും സെൽസിന്റെ ഡെവലപ്മെന്റിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ ഇലക്കറികളിൽ ഒരുപാട് ന്യൂട്രിയൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ബോഡിയെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും രക്ഷിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇലക്കറികൾ ഡെയിലി ബേസിസ് എന്ന തരത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇനി നെക്സ്റ്റ് ആണ് കളർഫുൾ വെജിറ്റബിൾസ്, അതായത് ടൊമാറ്റോ, പംകിൻ, ക്യാരറ്റ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ന്യൂട്രീഷ്യൻസും വൈറ്റമിൻസും ഉണ്ട്. ടൊമാറ്റോയിൽ ലൈക്കോപ്പിൻ ഉണ്ട്. അത് DNA ഡാമേജിനെ കുറയ്ക്കാനും സ്പേം കൗണ്ട് കൂട്ടാനും യൂസ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലൈക്കോപ്പിൻ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി പവറിനെ ഇൻക്രീസ് ചെയ്യാനും ഇംപ്ലാന്റേഷൻ നടക്കാൻ ഹെൽപ്ഫുൾ ആകാനും സഹായിക്കും. പംകിനിലും ക്യാരറ്റിലും വൈറ്റമിൻ A ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഹോർമോൺസിന്റെ ഡെവലപ്മെന്റിലും ഹോർമോൺസിന്റെ ബാലൻസിനെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനൊപ്പം തന്നെ കളർഫുൾ വെജിറ്റബിൾസ് കൂടി ആഡ് ഓൺ ചെയ്യുക.
നെക്സ്റ്റ് ആണ് വീറ്റ്. വീറ്റിൽ ഒരുപാട് ഫൈബർ കണ്ടന്റും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാക്കേജ് വീറ്റ് ഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിഗ്രെയിൻ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ബോഡിയുടെ ഓവറോൾ ഹെൽത്തിനെയും ഒപ്പം തന്നെ നിങ്ങളുടെ എഗ് ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് ആണ് ഓയിൽ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഫാറ്റ് ഫുള്ളായിട്ട് ഡയറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഹെൽത്തി ഫാറ്റ് നിങ്ങളുടെ ബോഡിയിൽ വേണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ന്യൂട്രീഷ്യൻസും വൈറ്റമിൻസും അതായത് ഫാറ്റ് അബ്സോർബിങ് വൈറ്റമിൻസും ന്യൂട്രീഷ്യൻസും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഹെൽത്തി ഫാറ്റ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഹെൽത്തി ഫാറ്റ് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഗീ ഇതിൽ നിന്നെല്ലാം കിട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഡയറ്റിൽ എക്സസീവ് ആകാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് ആണ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്, അതായത് ടർമറിക്, ജിഞ്ചർ, ഗാർലിക് ഇതൊക്കെ. ഇതിലൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹെർബ്സും സ്പൈസസും ഒക്കെ മോഡറേറ്റ് എമൗണ്ടിൽ യൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ശരീരത്തിനും ഒരുപാട് നല്ലതാണ്. നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ അത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ ഡൈജഷൻ നന്നായിട്ട് തന്നെ നടക്കും. അതുമൂലം ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നന്നായിട്ട് തന്നെ അബ്സോർവ് ആവുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് സ്നാക്സിൻ്റെ കാര്യം. അതിൽ നട്ട്സും ഫ്രൂട്ട്സും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. നട്ട്സിൽ ആൽമണ്ട്സ്, കാഷ്യൂസ്, വാൾനട്ട്സ്, റേസിൻസ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ B12, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല വൈറ്റമിൻ ഇയും ഉണ്ട്. അതൊരു നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. അത് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് മക്കാന യൂസ് ചെയ്യാവുന്നതാണ്. മക്കാന എന്ന് പറഞ്ഞാൽ താമരവിത്ത് അല്ലെങ്കിൽ ലോട്ടസ് സീഡ് ആണ്. അതിൽ ഒരുപാട് കാൽഷ്യം, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്നാക്സ് ടൈമിൽ നിങ്ങൾക്ക് നട്ട്സോ മക്കാനയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. മക്കാന നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനും അത് മാത്രമല്ല ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ മക്കാന യൂസ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ് ഫ്രൂട്ട്സ്. അതിൽ സീസണൽ ഫ്രൂട്ട്സ് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് പഴം കഴിക്കാമോ, നേന്ത്രപ്പഴം കഴിക്കാമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴം കഴിക്കാവുന്നതാണ്. ബനാന, ഓറഞ്ച്, ആപ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഏത് സീസണൽ ഫ്രൂട്ട്സ് ആയാലും അതിൽ ഹൈ കണ്ടന്റിൽ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ, സ്പോംസിൻ്റെ ക്വാളിറ്റിയെ, ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യാനോ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാനോ ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പൊമോഗ്രാനൈറ്റിൽ ആൻറ്റി ഓക്സിഡൻസ് ഹൈ ക്വാളിറ്റിയിലുണ്ട്. അപ്പോൾ അത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. നെക്സ്റ്റ് ഒരു ഡൗട്ടാണ് ജ്യൂസസ് ആണോ ഫ്രൂട്ട്സ് ആണോ നല്ലത് എന്നുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സിൽ നിന്ന് ജ്യൂസ് ആക്കുമ്പോൾ അതിലുള്ള ഫൈബർ കണ്ടന്റ് എല്ലാം തന്നെ പോകും. ഫ്രൂട്ട്സിൽ നിന്ന് ജ്യൂസ് ആക്കുമ്പോൾ അതൊരു ഷുഗറി വാട്ടർ ആയിട്ട് മാറും. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ 5 ഗ്രാം ഷുഗർ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. പക്ഷേ ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസിൽ കുറഞ്ഞൊരു 5 ആപ്പിൾസ് എങ്കിലും യൂസ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ കണ്ടന്റ് ഹൈ ആകും. അതുകൊണ്ട് തന്നെ ജ്യൂസസ് അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ട് അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് അതിനുശേഷം മാത്രം നിങ്ങൾ കഴിക്കുക. നെക്സ്റ്റ് ഒരു കാര്യമാണ് IVF ട്രീറ്റ്മെന്റിന്റെ ടൈമിലായാലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോഴായാലും വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം നന്നായിട്ട് തന്നെ കുടിക്കുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുകയും നമ്മുടെ എനർജി ലെവൽ ഹൈ ആകുകയും അതുമൂലം നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ബെനിഫിഷ്യൽ കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇംപ്ലാന്റേഷന് ഹെൽപ്ഫുൾ ആകുന്ന നമ്മുടെ IVF ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നതാണ് യോഗേർട്ട്. യോഗേർട്ട് പ്രോബയോട്ടിക്സിന്റെ ഗുഡ് സോഴ്സ് ആണ്. അത് നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ആക്കുകയും അതിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് ഹെൽപ്ഫുൾ ആകുകയും ചെയ്യും. IVF ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴും പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഡയറ്റ് പ്ലാൻ പോലെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറയാത്ത ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആരും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അഥവാ നിങ്ങൾ അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാഡ് എഫക്റ്റ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്.